എന്നാ സാക്കിറേ ഞങ്ങൾ എന്നാലേ അങ്ങോട്ട് പോവാ. പൈസ ഒക്കെ തന്നില്ലേ അപ്പൊ ഓക്കല്ലേ എന്നായിക്കോട്ടെ. നടക്ക് പോത്തെ. എല്ലാ ആചാര നിങ്ങളിപ്പോ കൊടുക്ക പോത്തിനെക്കറ്റ് കൊല്ലിയത്തിന്റെ അറിവിനാവില്ലേ? എല്ലാം നിങ്ങള് കമ്മിറ്റിയില് സാറ് കൂടലില്ല. ഇപ്പോ മൂസേ ആദ്യമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇനി അർപ്പിക്കുന്നത്, ഇപ്പൊ അത് നിർത്തി. കാരണം ഇവിടെ കമ്മിറ്റിയിൽ കൂടിയാൽ ഷെയർ കൂടിയാലേ 7 ഷെയർ ഉണ്ടാവില്ലേ. അപ്പൊ എന്താ വെച്ചാൽ നമുക്കൊരു 10, 12, 13 ഉറുപ്പ്യ വരുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ 1, 1, 10 ചെലവ് വരും. വലിയ പോത്തിനെയും വാങ്ങി അറവേരെ വിളിച്ച് അവർക്കുള്ള വേറെ പൈസ, അവർക്ക് വേറെ കാശ്, എല്ലാം കൂടി അങ്ങനെ ഒരു സംഖ്യയാവും. ഇതാവുമ്പോ നമുക്ക് സുഖമാണ്. പിന്നെ ഈ ഷെയർ എന്ന് പറഞ്ഞത് കമ്മിറ്റിക്കാർ ഒരു വലിയൊരു സംഭവമാക്കി എടുക്കുകയാണ്. ഉള്ള മുതലാളിമാരെ മീമ വഹിക്കാൻ ക്ഷണിച്ചിങ്ങാണ്ട് ആദ്യമൊക്കെ ഈ സമ്പ്രദായം എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്ക് അതാത് വീട്ടിലേക്ക് ഇറച്ചി എത്തിന്ന് കിട്ടും. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിമാരെ ഏറ്റെടുത്തതുകൊണ്ട് ഒരു പണി നടക്കണില്ല. ഇപ്പൊ ഈ ഷെയർ എന്നൊക്കെ പറഞ്ഞാൽ മേലൊരു വലിയൊരു സംഭവമായി മാറിയിക്കാണ്. ഇപ്പൊ അതിന് വലിയ മത്സര ഒരുപാട് ആൾക്കാർ മുതലാളിമാരൊക്കെ അപ്പൊ അതിലാണ് കൂടുകയാണ്. 7 ആൾക്കാർ കൂടിയാണ്ട് ഓരോരുത്തരുടെ ഷെയർ അങ്ങനെ എടുത്തുകൊണ്ടാണ്ട് ഇതാക്കുക. മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് പാവപ്പെട്ടവനക്ക് വലിയൊരു മുതലാളി അറച്ചു കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ അങ്ങനെ കിട്ടും. 2, 3, 4 പെരുന്നാക്കൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ ഒരു പൊതിയിട്ടും അതേ കിട്ടുള്ളൂ. പിന്നെപ്പോ ഈ സംഭവം അങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുനടക്കുന്നത്. ദുനിയാവ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഈ ദുനിയാവില് എന്റെ മഹലില് 10 പോത്തറുത്ത് 8 പോത്തറുത്ത് അപ്പൊ അപ്പുറത്ത് അത്ര അറുത്ത്. അപ്പൊ അതെന്താ പേരെടുക്കുക, ഇവര് പേരെടുക്കാൻ വേണ്ടി അങ്ങനെ കുടിക്കണം ഇങ്ങനെ കുടിക്കണം എന്നൊക്കെ പറയും. ഇതാണ് ഇപ്പൊ സംഭവം. അപ്പൊ എന്താണ് ദുനിയാവ് മാത്രമേ അവർ ആഗ്രഹിക്കണുള്ളൂ, ആഖിറം അവർ ആഗ്രഹിക്കണില്ല. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, നമ്മളൊരു മൃഗത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല അതിനെ പരിപാലിച്ച് അതിന് വേണ്ട ഇതുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നോക്കി കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതിന് ബലി കൊടുക്കാറ്. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ എന്താ വെച്ചാൽ 8, 10 മൃഗങ്ങളാണ്ട് നിരത്തിങ്ങാണ്ട് അതിനൊന്നുണ്ട് പിടിച്ചുകാണ്ടാണ്ട് അറക്കണത് മറ്റേ മൃഗം കാണുകയാണ്. അത് പാടില്ല, തെറ്റാണ്. അതൊക്കെ സ്വകാര്യതയിൽ ആ മൃഗത്തെ വേറൊരിടത്ത് കൊണ്ടുപോയി കെട്ടി അതിനെ ആ സമയമാകുമ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ട് അറക്കാനേ പാടുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യണ എന്താണ് ഒരു എളുപ്പപ്പണിയാക്കിയാണ്ട് വിടുക. ദുനിയാവോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോ ആഖിറത്തിനെ പറ്റിയൊരു ചിന്ത ഇല്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ പരക്കം പായ, അത്രേ ഉള്ളൂ. അതാണ് ഇപ്പൊ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാ പോട്ടവനെ, എന്നാ നോക്കുന്ന ശരി. സിദ്ദീഖാക്ക, ആചാര്യ പറഞ്ഞത് തന്നെ ശരി. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ആചാര്യ പറഞ്ഞ വളരെ ക്ലിയർ ആണല്ലേ? നമ്മള് പോത്തിന് പോയി വെക്കാം. വരി. അല്ലെന്ന് നല്ല മിടുക്കുള്ള പോത്ത് ഏതെങ്കിലും ഉണ്ടാ? നമുക്ക് അറിവിനുള്ളതാണ്. നമുക്ക് നമ്മളെ മോലാളിപ്പ ഇങ്ങോട്ട് വരും. എങ്ങനെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ? ഇതെന്താ പാട് പോത്ത്? ഇതാണല്ലേ? എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? അത് 40, 50 ഈ പോത്തേനെ മതി. ഞാൻ കൊണ്ടോട്ടെ, പൈസ ഞാൻ എത്തിച്ചേരട്ടെ.